നമസ്കാരം. 78-ാം സങ്കീർത്തനം. മരുഭൂമിയിൽ അവർ അവനോട് എത്ര പ്രാവശ്യം മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ ദുഃഖിപ്പിച്ചു. മിസ്രയീമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവൻ്റെ കൈയും ശത്രുവിൻ്റെ വശത്തു നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്ന യാത്രയാണ് നോമ്പ്. മരുഭൂയാത്രകളിൽ പരീക്ഷണങ്ങളുണ്ട്. അപ്പവും വെള്ളവും ഇല്ലാതെ വരിക, തണലും തുണയും ഇല്ലാതെയാവുക, നിശ്ചയമായും പിറുപിറുപ്പുകൾക്ക് സാധ്യതയുണ്ട്. 40 സംവത്സരം മരുഭൂമിയിലൂടെ വാഗ്ദത്ത ഭൂമി കാംക്ഷിച്ചു പോകുന്ന ദൈവജനം എത്ര വട്ടമാണ് പിറുപിറുക്കുന്നത്. യഹോവയ്ക്കും തൻ്റെ ദാസനായ മോശയ്ക്കുമെതിരെ അവർ പിറുപിറുത്തു. 10 പ്രാവശ്യം മറുതലിച്ചുവെന്നാണ് തിരുവെഴുത്ത് സാക്ഷിക്കുന്നത്. ആദ്യത്തേതിലെല്ലാം ശരീരമാണ് സംസാരിക്കുന്നത്, അതിൻ്റെ വിശപ്പുകളാണ്. ഇവിടെ അപ്പമില്ല, വെള്ളമില്ല, കിട്ടിയതിന് ചുവയുണ്ട്. മിസ്രയീമിലാകട്ടെ ഇറച്ചിക്കലങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ജഡീകമായ വിശപ്പിൻ്റെ വിളികളാണ് അത്രേ. രണ്ടാമതാകട്ടെ യാത്രയുടെ ദൈർഘ്യവും ഇടയ്ക്കിടെയുള്ള വൈദേശിക ആക്രമണങ്ങളും അവരെ നിരാശയിലാഴ്ത്തുന്നു. ദൈവം നൽകിയ സുന്ദര സ്വപ്നത്തിൻ്റെ മധുരം മറന്ന് യാത്രയുടെ കയ്പിനെക്കുറിച്ച് ഭാരപ്പെടുന്നു. ഇവിടെ മനസ്സാണ് പ്രതികരിക്കുന്നത്. മൂന്നാമത്തേത് ആത്മീയ പ്രതിസന്ധിയാണ്. ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുന്നു. പുതിയ നേതൃത്വം വേണമെന്ന് ശാഠ്യം പിടിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് പകരം തങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് വാശി പിടിക്കുന്നു. ദൈവപ്രിയമല്ലാതെ ജനപ്രിയം തേടുന്നു. ദൈവ കേന്ദ്രീകൃതമായ ജീവിതം സ്വയകേന്ദ്രീകൃതമാകുന്നു. 3 പരീക്ഷകൾ: ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും. നോമ്പാകുന്ന ഈ മരുഭൂമി യാത്രയിൽ നാമും നേരിടേണ്ടതായത് ഉണ്ട്. നമ്മുടെ പിറുപിറുപ്പുകളെ ശമിപ്പിക്കുന്ന ഔഷധക്കൂട്ടായി ഈ നാളുകൾ മാറട്ടെ. നമ്മുടെ അഹന്തയുടെ വർത്തമാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സുന്ദര ദിനങ്ങളായി ഈ നാളുകൾ പരിണമിക്കട്ടെ. ദൈവത്തെ പരീക്ഷിക്കുവാൻ, പിശാചിനോട് കൂട്ടുചേരുവാൻ ഈ നാളുകൾ മാറാതിരിക്കട്ടെ. നമസ്കാരം.